സത്യം പറഞ്ഞാൽ ഇതൊരു സന്തോഷ വാർത്ത കൂടിയാണ്. AAP MP സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിക്കൊണ്ട് ED ഒരു ചുക്കും കണ്ടെത്തിയില്ല എന്ന് സുപ്രീം കോടതി തുറന്നടിക്കുകയാണ്. ജാമ്യം നൽകിക്കൊണ്ടാണ് പറയുന്നത് കേട്ടോ. 6 മാസം ജയിലിൽ കിടത്തിയിട്ടും രാജ്യസഭാംഗമായ സഞ്ജയ് സിംഗിനെതിരെ EDക്ക് ഒന്നും കണ്ടെത്താനായില്ല എന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുമ്പോൾ കെജ്രിവാളും സിസോദിയും ജയിലിലാണെന്ന് ഒന്ന് ഓർമ്മിക്കുന്നതും നല്ലതാണ്. BJP കെട്ടഴിച്ചുവിട്ട് ED AAPയുടെ പിന്നാലെ പരക്കം പാഞ്ഞു നടന്നു എന്നല്ലാതെ ഒന്നും തന്നെ തെളിയിക്കാനായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് BJPക്കും മോദിക്കും അമിത്ഷാ, JP നദ്ദ എന്നീ നേതാക്കൾക്കൊക്കെ തന്നെ കനത്ത ആഘാതമാണ് നൽകുന്നത്. നെഞ്ചിടിപ്പാണ് അവർക്ക്. ഇത്രയൊക്കെ സുപ്രീം കോടതി പറഞ്ഞതോടെ സഞ്ജയ് സിംഗിന്റെ ജാമ്യ വിഷയത്തിൽ യാതൊരു എതിർപ്പും EDയുടെ ഭാഗത്ത് നിന്നുണ്ടായതുമില്ല. അല്ലെങ്കിൽ 100 ന്യായമാണ് അവർ നിരത്തുന്നത്. കെജ്രിവാളിന്റെ കാര്യത്തിലടക്കം നമ്മളത് കണ്ടതുമാണ്. പക്ഷെ ഇവിടെ തെറ്റ് പറ്റി എന്ന് കോടതിക്ക് മുന്നിൽ ഏറ്റു പറയുകയാണ് ജാമ്യ വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ED. AAP നേതാക്കളെ മുഴുവൻ അഴിക്കുള്ളിലാക്കി തലസ്ഥാന നഗരിയിൽ അഴിഞ്ഞാടാമെന്ന് കരുതിയ BJP പരാജയം മുന്നിൽ കണ്ട് അന്തം വിടുകയാണിപ്പോൾ. അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ എല്ലാ താളവും തന്ത്രവും പിഴക്കുകയും തെറ്റുകയുമാണ് ഇതേ BJPക്ക്. അതിഷി മെർലോനയെ മദ്യനയ അഴിമതി കേസിൽ കുറ്റക്കാരിയാക്കിക്കൊണ്ട് അതിനുവേണ്ടി വട്ടം കൂട്ടുന്നതിനിടയിൽ വന്ന സുപ്രീം കോടതിയുടെ ഈ ഒരൊറ്റ വിധി BJP ഡൽഹിയിൽ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിലം പരിശാക്കുകയാണ്. ഇനി AAPയുടെ താണ്ഡവത്തിന്റെ കാലമാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത, PB വരാലെ എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചാണ് സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചത്. EDക്കെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതി സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ചതും. സഞ്ജയ് സിംഗിനെതിരെ ED ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. പണം കണ്ടെത്താനും EDക്ക് സാധിച്ചില്ല. മപ്പു സാക്ഷിയായ ദിനേശ് അറോറയുടെ മൊഴിയിലും സഞ്ജയ് സിംഗിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ജാമ്യ കാലയളവിൽ സഞ്ജയ് സിംഗിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് തടസ്സമില്ല എന്നുകൂടെയാണ് കോടതി വ്യക്തമാക്കുന്നത്. സഞ്ജയ് സിംഗ് കേസിനെ കുറിച്ച് പ്രസ്താവനകൾ നടത്തുന്നത് വിലക്കി കഴിഞ്ഞ വർഷം ഒക്ടോബർ 4-നാണ് ED സഞ്ജയ് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. ഡൽഹി നോർത്ത് അവന്യൂവിലെ ഔദ്യോഗിക വസതിയിൽ രാവിലെ ED ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് 10 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. തെറ്റുപറ്റിയെന്ന് ED തുറന്ന് സമ്മതിക്കുകയും അങ്ങനെ MP പുറത്തേക്കിറങ്ങുകയും ചെയ്യുമ്പോൾ ഡൽഹി തലസ്ഥാന നഗരിയിൽ മോദി മുക്കും കുത്തി വീഴും.